വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 5, 21 മുതൽ 24 വരെയും 35 മുതൽ 43 വരെയുമുള്ള വാക്യങ്ങൾ. ജൈറോസിന്റെ മകൾ. യേശു വീണ്ടും വഞ്ചിയിൽ മറുകര എത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജൈറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു, "എന്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു. അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ." യേശു അവന്റെ കൂടെ പോയി. യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു, "നിന്റെ മകൾ മരിച്ചു. യേശുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു?" അത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, "ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക." പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല. അവർ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, "എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്." അവർ അവനെ പരിഹസിച്ചു. അവനാവട്ടെ അവരെയെല്ലാം പുറത്താക്കി. അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തന്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരിക്കുന്നിടത്തേക്ക് അവൻ ചെന്നു. അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട്, "ബാലികേ, എഴുന്നേൽക്കൂ" എന്നർത്ഥമുള്ള തലീതാ കും എന്ന് പറഞ്ഞു. തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. "ആരും ഈ വിവരം അറിയരുത്" എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി. അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു. നാം കൂടുതൽ അപഹാസ്യരാകാതിരിക്കാൻ യേശു ഒരു ദിവസം തന്റെ പതിവുള്ള പര്യടന ദൗത്യത്തിനിടയിൽ ശിഷ്യന്മാരുമൊത്ത് കടൽ തീരത്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് സുവിശേഷത്തിൽ തന്നെ സിനഗോഗ് അധികാരി എന്ന് പരാമർശിക്കപ്പെടുന്ന ഒരു പ്രമുഖൻ ജൈറൂസ് യേശുവിനെ സമീപിക്കുന്നത്. യേശുവിന്റെ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. അദ്ദേഹത്തിന്റെ ചെറുമകൾ മരണാസന്നയായി വീട്ടിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ വിശ്വാസം യേശു വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ആ കുട്ടിയുടെ സുഖക്കേട് മാറും എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഭാവവ്യത്യാസങ്ങളും അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ സ്ഥിതിവിശേഷം കണ്ടു സാഹചര്യങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആ വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിൽ യേശു വളരെ ഔദാര്യത്തോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ ജൈറൂസിന്റെ കൂടെ വീട്ടിലേക്ക് യാത്ര തിരിക്കാൻ തയ്യാറായി. പ്രത്യേക സാഹചര്യം എന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ടത്, മുമ്പ് സിനഗോഗിൽ നിന്ന് യേശുവിനെ പുറത്താക്കാൻ കൂട്ടുനിന്ന അധികാരികളിൽപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കാം ഒരുപക്ഷെ ഈ ജൈറൂസ്. അതിന്റെയും അടിസ്ഥാനത്തിലും കൂടി ആയിരിക്കാം യേശു തന്നെ സമീപിച്ചപ്പോൾ വളരെയധികം സന്തോഷത്തോടും ഔദാര്യത്തോടും കൂടെ ജൈറൂസിന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായത്. അങ്ങനെ യേശുവും ശിഷ്യന്മാരും ജൈറൂസിന്റെ കൂട്ടുകാരും ഒക്കെ കൂടിയായി ജൈറൂസിന്റെ വീട്ടിലേക്ക് ഉള്ള യാത്രയാണ്. വീടിനോട് അടുത്തു അവര്. അപ്പോഴാണ് ജൈറൂസിന്റെ വീട്ടിൽ നിന്ന് ഏതാനും പേർ വളരെ തത്രപ്പെട്ട് അവിടെ എത്തുന്നത്. അവർ ജൈറൂസിനോട് പറയുന്നു, "താങ്കളുടെ ചെറുമകൾ മരിച്ചു കഴിഞ്ഞു. ഇനി യേശുവിനെ വീട്ടിലേക്ക് നടത്തിച്ചിട്ട് വലിയ കാര്യമില്ല." ഈ വാർത്ത അവിടെ ചുറ്റുപാടിലെ വളരെ ശോകമയമാക്കി തീർന്നു. ജൈറൂസിനെ സംബന്ധിച്ച് താങ്ങാനാവുന്നതിനേക്കാൾ വലിയൊരു വാർത്തയായിരുന്നു അത്. ജൈറൂസിന്റെ ദുഃഖവും ആ പ്രത്യേക സാഹചര്യവും
മനസ്സിലാക്കി ചുറ്റുപാടിലും തളം കെട്ടി നിൽക്കുന്ന നിശബ്ദത ഭഞ്ജിച്ചുകൊണ്ട് യേശു പറയുന്നു, ഏതായാലും വീട് ലക്ഷ്യം വെച്ചാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്, വീട്ടിലേക്ക് നമുക്ക് പോകാം. ജായറൂസിനോട് പറയുന്നു, താങ്കൾ വ്യസനിക്കേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ യാത്ര തുടർന്നു. വീട്ടിലെത്തിയപ്പോൾ ജനനിബിഡമായിരിക്കുന്നു പരിസരം. എല്ലാവരും അലമുറയിട്ട് കരയുന്ന ഒരു രംഗമാണ് യേശു നിരീക്ഷിക്കുന്നത്. യേശു രംഗനിരീക്ഷണം ചെയ്തതിനു ശേഷം അവരോടായിട്ട് പറയുന്നു, നിങ്ങൾ എന്തിനാ കരയുന്നത്? അർത്ഥപൂർണമായ രീതിയിൽ തന്നെ യേശു അവരോട് സംസാരിക്കുന്നു. കുട്ടി മരിച്ചിട്ടില്ല, കുട്ടി ഉറങ്ങുകയാണ്. യേശുവിന്റെ വാക്ക് കേട്ട ഉടനെ തന്നെ അവർ പരിഹസിക്കുകയാണ് യേശുവിനെ. കാരണം അവരുടേതായിട്ടുള്ള നിഗമനം അനുസരിച്ച് കുട്ടി പണ്ടേ മരിച്ചിരിക്കുന്നു. യേശുവിന്റെ വാക്കുകൾ കേട്ട ഉടനെ പരിഹാസം പലഹാരമായ ഒരു അനുഭവം എന്ന രീതിയിലായി ചുറ്റുപാടില്. ഇത്രത്തോളമായപ്പോൾ യേശു സാഹചര്യത്തിന്റെ നിയന്ത്രണം സ്വയമായിട്ട് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാനാവുക. യേശു ആ കുട്ടി മരിച്ചു കിടക്കുന്ന അകത്തേക്ക് കടക്കുന്നു. പക്ഷേ അകത്തുള്ള എല്ലാവരെയും, അലമുറയിട്ട് കരയുന്ന എല്ലാവരെയും ആധികാരികമായ രീതിയിൽ തന്നെ പുറത്താക്കുന്നു. അതുകൊണ്ടാണ് ചുറ്റുപാടുകളുടെ നിയന്ത്രണം യേശു ഏറ്റെടുക്കുന്നു എന്ന് പറയാൻ കാരണം. അതിനുശേഷം യേശു കുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തീർച്ചയായിട്ടും ജായിറൂസിനെയും തന്റെ ശിഷ്യന്മാരുടെ പ്രതിനിധികളായ 3 പേരെയും മാത്രം അകത്ത് കടക്കാൻ അനുവദിക്കുന്നു. മരിച്ചു കിടക്കുന്ന ആ കുട്ടിയുടെ കിടക്കയ്ക്ക് അരികിൽ യേശു നിൽക്കുന്നു. പ്രാർത്ഥന നിർഭരമായിട്ടുള്ള നിമിഷങ്ങൾക്ക് ശേഷം യേശു ആ പ്രേതത്തെ നോക്കിക്കൊണ്ട് പറയുന്നു, ഖൂം തലിയത്ത, എഴുന്നേൽക്കൂ ബാലികയെ. സുവിശേഷകരായ മർക്കോസ് നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, ബാലിക എഴുന്നേറ്റിരിക്കുന്നു. എല്ലാവരും വിസ്മയിക്കുന്നു. യേശു ആ ബാലികയെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് മാതാപിതാക്കന്മാരെ ഏൽപ്പിക്കുന്നു. ഇവിടെ ഒരു വലിയൊരു സത്യം നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. വിശ്വാസത്തിൻ്റെതായിട്ടുള്ള അനുഭവത്തിന്റെ ഫലമാണ് ഇത് എന്നുള്ളത് നാം മറക്കാതെ തന്നെ പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്, വ്യക്തികളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെയും സാഹചര്യങ്ങള് സത്യസന്ധമായ രീതിയിൽ വിലയിരുത്താതെയും നാം അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ആ അഭിപ്രായങ്ങൾ ഒരുപക്ഷെ നാം കൂടുതൽ അപഹാസ്യരായി തീരാൻ ഇടവരുത്തുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗം കൂടിയല്ലേ ഇതെന്നുള്ളതാണ് ആ സത്യം. യേശുവിനെ പരിഹസിച്ച ആളുകളൊക്കെ കുട്ടി എഴുന്നേറ്റ് മാതാപിതാക്കന്മാരുടെ അടുത്തേക്ക് പോയി ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ അവരുടെ മനസ്സിന്റെ സ്ഥിതി എന്തായിരിക്കാം യേശുവിനെ പരിഹസിച്ചവർക്ക്? അതുകൊണ്ട് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ടും വ്യക്തികളെ ആഴത്തിൽ മനസ്സിലാക്കിയതിനു ശേഷവും നാം പ്രസ്താവനകൾ ഇറക്കിയാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യരാകാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ സുവിശേഷം.